അല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു റിസപ്ഷൻ നടത്തിയാലോ? ഡോൺ പറഞ്ഞു. ഇപ്പൊ അതൊന്നും വേണ്ട ചാച്ചാ, ഞാൻ പറയാം, എന്നിട്ട് മതി. സഞ്ജു അതും പറഞ്ഞുകൊണ്ട് കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. ഒന്നുമില്ലാതെ സഞ്ജു അങ്ങനെ പറയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവന്റെ തീരുമാനം അങ്ങനെയാണെ അത് മതി, അല്ലേടാ പിള്ളേരെ? എബ്രഹാം പറഞ്ഞു. അത് മതി അപ്പച്ച, ഒന്നും കാണാതെ അവ അങ്ങനെ പറയില്ല. മോൾക്ക് വിഷമായോ? ഡെന്നീസ് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല പാ. എന്തോ പറയാൻ വന്ന ഗീതു പെട്ടെന്ന് നിർത്തി. മോളെന്താ പറയാൻ വന്നേ? ഡെന്നീസ് ചോദിച്ചു. അത് ഞാൻ എന്താ വിളിക്കേണ്ടേ? ഗീതു അയാളെ നോക്കി. അതിലെന്ത് ചോദിക്കാനിരിക്കുന്നു, മര്യാദയ്ക്ക് പപ്പാന്ന് വിളിച്ചോണം. ഡെന്നീസ് പറഞ്ഞു. എന്നെ ചാച്ചാന്നും ഇച്ചതിനെ വലിയ പപ്പ എന്നാ സഞ്ജു വിളിക്കാറ്. അതുപോലെ മോളും വിളിച്ചോണം. നീ ഞങ്ങളുടെ മോള അല്ലേ ചായ? ടോൺ പറഞ്ഞു. പിന്നല്ലാണ്ട്. ഡേവിഡും അതിനെ അനുകൂലിച്ചു. ഗീതു ചിരിയോടെ തലയാട്ടി കാണിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. സഞ്ജുവിന് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മുകളിലെ ടെറസിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ആൺപിള്ളേരെല്ലാം. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ജീവ ചോദിച്ചു. സഞ്ജു കൈവരിയെ പിടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുവാണ്. നമ്മളൊക്കെ മനഃപൂർവ്വം മറന്നൊരു കാര്യമുണ്ട്. സഞ്ജു ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് സച്ചുവിന്റെയും ജീവയുടെയും ജോണിന്റെയും നെറ്റി ചുളിഞ്ഞു. നീ എന്തിനെ കുറിച്ചായി പറയുന്നേ? എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയടാ, ജോൺ പറഞ്ഞു. സച്ചുവിന് എന്തൊക്കെയോ പന്തികേട് തോന്നി. അവൻ സഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. നീത. സഞ്ജുവിന്റെ വായിൽ നിന്നും വന്ന പേര് കേട്ട് സച്ചു ഒന്ന് ഞെട്ടി. ജീവയ്ക്കും ജോണിനും ആ പേര് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നി. സഞ്ജു ഡാ. സച്ചു പതർച്ചയോടെ അവനെ വിളിച്ചു. സഞ്ജു അവർക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. തന്റെ പോക്കറ്റിൽ നിന്നൊരു പോസ്റ്റ് കാർഡ് എടുത്ത് സഞ്ജു ജീവയ്ക്കും ജോണിനും നേരെ നീട്ടി. 3 വർഷം മുമ്പ് സഞ്ജുവിന്റെ പേര് വന്നൊരു പോസ്റ്റ് കാർഡായിരുന്നു അത്. ജീവ അത് വാങ്ങി വായിച്ചു. ഞാൻ വരും. നീ സമാധാനമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് മാത്രം ഒരു ജീവിതം വേണ്ട. എനിക്ക് വേണ്ടത് നിന്റെ ജീവനല്ല, ജീവിതമാണ്. എന്നാണോ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത്, അന്ന് ഞാൻ വരും, അവളെ നിന്നിൽ നിന്നും അകറ്റാൻ. എനിക്കില്ലാണ്ട് പോയ ജീവിതം നിനക്കും വേണ്ട. നിത. ഇതന്ന് വന്ന പോസ്റ്റ് കാർഡല്ലേ? ഈ കൊച്ച് നിങ്ങളുടെ ഫ്രണ്ട് അല്ലായിരുന്നോ? മരിച്ചു എന്നല്ലേ നിങ്ങളന്ന് പറഞ്ഞത്? ജോൺ സംശയത്തോടെ ചോദിച്ചു. അതെ, നിത ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നുവെങ്കിലും ഇവനോടായിരുന്നു അവൾക്ക് കൂടുതൽ അടുപ്പം. ഞങ്ങളുടെ PG കംപ്ലീറ്റ് ആകാറായ സമയത്തായിരുന്നു അവൾ മരിക്കുന്നത്, സച്ചു പറഞ്ഞു. അവൾ മരിക്കുന്നതിന്റെ തലേന്നാണ് ഞാനും ഇവനും നാട്ടിൽ വന്നത്. വല്യപ്പച്ചന്റെ ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഓടിപ്പിടിച്ച് വരുവല്ലായിരുന്നു. അവരാരോടും പറയാൻ കൂടി പറ്റിയില്ല. പിറ്റേന്ന് കോളേജ് ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ് അവൾ മരിച്ചെന്ന് ഞങ്ങൾ അറിയുന്നേ. ഞങ്ങൾക്കതൊരു ഷോക്കായിരുന്നു. ആക്സിഡന്റ് ആണെന്ന ഫ്രണ്ട്സ് പറഞ്ഞത്. വിവരം അറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവളുടെ ബ്രദർ വന്ന് ബോഡി കൊണ്ടുപോയായിരുന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ ഈ കാർഡ് കിട്ടുന്നത്, സഞ്ജു പറഞ്ഞു. ഞാൻ അത് ഓർക്കുന്നുണ്ട്. എന്റെ കയ്യിലാണല്ലോ അന്ന് പോസ്റ്റ്മാൻ കൊണ്ടു തന്നത്. അന്ന് നമ്മൾ കരുതി ആരോ പറ്റിക്കാൻ ചെയ്തതാണെന്നല്ലേ? അന്വേഷിച്ചപ്പോ അഡ്രസ്സും ഫേക്കായിരുന്നല്ലോ. പിന്നെ കാർഡൊന്നും വന്നതുമില്ല, ജീവ പറഞ്ഞു. ഇല്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യം പിന്നെ ഓർത്തതുകൂടെയില്ല, സഞ്ജുവും പറഞ്ഞു. പക്ഷെ കാര്യം നിസ്സാരമല്ലെന്ന് 6 മാസം മുമ്പാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, സച്ചുവാണ്. നിങ്ങൾ കാര്യം തെളിച്ചു പറ പിള്ളേരെ, ജോൺ ചോദിച്ചു. 6 മാസം മുമ്പ് ഞാനും ഇവനും ബാംഗ്ലൂർ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് പോയത് ഓർക്കുന്നുണ്ടോ? സഞ്ജു പറഞ്ഞു. ഉവ്. അവിടെ വെച്ചാണ് ഞങ്ങൾ അറിഞ്ഞത് അവളുടേത് അപകടമരണം അല്ലായിരുന്നുവെന്ന്. അവൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? ഇതൊക്കെ നിങ്ങളോടാരാ പറഞ്ഞത്? സഞ്ജു പറഞ്ഞതും ജോൺ ഞെട്ടലോടെ ചോദിച്ചു. സഞ്ജുവിന്റെ ഒരു ക്ലാസ്മേറ്റാണ് പറഞ്ഞത്. ഞങ്ങളുടെ കോളേജിന്റെ സൈഡിലുള്ള റോഡിൽ നഗ്നയായി കിടന്ന അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവനും അവന്റെ പെങ്ങളും കൂടാ. എവിടെയോ പോയി വരുന്ന വഴിക്കാണ് അവർ അവളെ കാണുന്നത്. ആ സമയത്ത് ഒരല്പം ജീവൻ മാത്രമായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവൻ വാർഡന് വിവരം അറിയിക്കുകയായിരുന്നു. അവരാണ് അവളുടെ ബ്രദറിനെ വിവരം അറിയിച്ചത്. പക്ഷെ അധികം വൈകാതെ അവൾ മരണത്തിന് കീഴടങ്ങി. അയാളുടെ ആവശ്യപ്രകാരമാണ് ആക്സിഡന്റ് ആണെന്ന് അവർ എല്ലാവരോടും പറഞ്ഞത്. അവളെ ഒരു ഇരയായി സമൂഹം കാണരുതെന്ന് അയാൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നുവെന്ന്. പണം വാരിയെറിഞ്ഞ് ഡോക്ടർമാരെയൊക്കെ കയ്യിലെടുത്ത് ഹോസ്പിറ്റൽ റെക്കോർഡിലും ആക്സിഡന്റ് ആക്കി മാറ്റി. അയാളുടെ സ്വാധീനം കൊണ്ടാകാം പോലീസ് കേസും ഉണ്ടായില്ല, സച്ചു പറഞ്ഞു. സത്യം അറിഞ്ഞപ്പോ ആകപ്പാടെ ഒരു ഞെട്ടലായിരുന്നു ഞങ്ങൾക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് ഈ പോസ്റ്റ് കാർഡിന്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. എന്തോ പ്രശ്നം ഇതിന് പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവനോടും അത് പറഞ്ഞു. സഞ്ജു പറഞ്ഞു നിർത്തിയത് ബാക്കി പറഞ്ഞത് സച്ചുവാണ്. ഞങ്ങൾ ഇതേപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്റെ ക്ലാസ്സിലായിരുന്നത് കൊണ്ട് അവളുടെ മറ്റു ഫ്രണ്ട്സിനെ പറ്റി അറിയാൻ പാടില്ലായിരുന്നു. ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരും പല തവണയും ഞങ്ങൾ പോയി കണ്ടു. പക്ഷെ അവർക്കൊക്കെ ആകെ അറിയാമായിരുന്നത് അവൾക്കൊരു പ്രണയം ഉണ്ടെന്ന് മാത്രമാണ്. പക്ഷെ അത് ആരാണെന്ന് അവരോടും പറഞ്ഞിട്ടില്ലായിരുന്നു.
പിന്നെ അവശേഷിച്ചത് അവളുടെ കൂടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന കൊച്ചായിരുന്നു. അതിന്റെ വീട്ടിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ആ കൊച്ചു കാനഡയിലാണെന്ന് അറിഞ്ഞത്. ഞാൻ അവളുടെ ക്ലാസ്മേറ്റ് ആണ്, കല്യാണത്തിന് വിളിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ നമ്പർ സംഘടിപ്പിച്ച് കോണ്ടാക്ട് ചെയ്തു. സഞ്ജു പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിയത് ഇവന്റെ പേര് കേട്ടപ്പോളെ അവൾ ഇവനെ തിരിച്ചറിഞ്ഞപ്പോഴാണ്. അടുത്തിടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ട്, അന്ന് കാണാമെന്ന് പറഞ്ഞു അവൾ. അവളെ കാണാനാ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ പോയത്. അത് പറഞ്ഞത് സച്ചു ആണ്. എന്നിട്ട് കണ്ടോ? ജീവ ചോദിച്ചു. അവൾക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്ന നിതയുടെ പ്രണയത്തെക്കുറിച്ചായിരുന്നു. അവളുടെ പ്രണയം അത് ഞാനായിരുന്നു. സഞ്ജു പറഞ്ഞു. വാട്ട്? ജോൺ ഞെട്ടലോടെ അവരെ നോക്കി. അതേ ചായ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എല്ലാരോടും കൂട്ടുകൂടി നടക്കുന്ന ഒരു വായടി പെണ്ണായിരുന്നു അത്. സച്ചുവിലൂടെയാണ് അവളെ ഞാൻ പരിചയപ്പെടുന്നത്. അവളുടെ കുറുമ്പൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങളൊക്കെ ഒരേ പ്രായമായിരുന്നുവെങ്കിലും അവളെ കണ്ടാത് പറയില്ല. എനിക്ക് ഇവന് നമ്മുടെ സായുവിനെ പോലെയായിരുന്നു അവൾ. പക്ഷെ അവൾ എന്നെ കണ്ടത് മറ്റൊരർത്ഥത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്ന അന്നേ ഞാൻ അവളെ പറഞ്ഞ് തിരുത്തിയേനെ. അവിടെ നിന്ന് പോരുമ്പോ അവളുടെ ഒരു ഡയറി കൂടെ ആ കുട്ടിയെന്നെ ഏൽപ്പിച്ചു. അതിലുണ്ടായിരുന്നു അവളുടെ എന്നോടുള്ള പ്രണയം. സഞ്ജു വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ കാർഡ് ആരും തമാശയ്ക്ക് അയച്ചതല്ല. ഇതിന് പിന്നിൽ എന്തൊരു കാര്യമുണ്ട്. ജീവ ഗൗരവത്തോടെ പറഞ്ഞു. അതെ, ഇത്രയും നാൾ ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നു. 3 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതൊരു തമാശയെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. നേർക്ക് നേരെ നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ് മറഞ്ഞിരിക്കുന്ന ശത്രു. ആരാ, എന്താ, എങ്ങനെ ഒന്നും അറിയില്ല. എന്തിന് 3 വർഷം മുമ്പ് മരിച്ചുപോയ നിതയുടെ പേര് ഇങ്ങനൊരു ലെറ്റർ എനിക്ക് വന്നു എന്നൊരു പിടിയും കിട്ടുന്നില്ല. സഞ്ജു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അവൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് ഇതിന് പിന്നിൽ. പക്ഷെ ആര്? അവളുടെ വീട്ടിൽ അന്വേഷിച്ചു നിങ്ങൾ? ജോൺ ചോദിച്ചു. ഞങ്ങളുടെ അറിവിൽ അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള ഒരു ബ്രദറാണ്. നിക്കിന്നോ മറ്റുമാണ് വിളിക്കുന്നത്. US മെഡിസിന് പഠിക്കുമായിരുന്നു. അവരുടെ കുഞ്ഞിലെ അച്ഛനെയും അമ്മയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അമ്മയുടെ അമ്മയായിരുന്നു അവരെ വളർത്തിയത്. 5 വർഷം മുമ്പേ അവരും പോയി. ചേട്ടൻ പഠിക്കാൻ പോയതുകൊണ്ടാ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താതെ അവളെ ഹോസ്റ്റലിലാക്കിയത്. അവർ തമ്മിലുള്ള വലിയ പ്രായവ്യത്യാസം ഇല്ലായിരുന്നുവെങ്കിലും അവൾക്ക് അവൻ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു. എപ്പോഴും പറയും അയാളെപ്പറ്റി. സച്ചു പറഞ്ഞു. അയാളുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ? ജോൺ ചോദിച്ചു. ഇല്ല, നേരിട്ട് പരിചയപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൾ പറയാറ്. സഞ്ജു പറഞ്ഞു. ഞങ്ങളെ കാണാൻ അയാൾ നേരിട്ട് വരണ്ടെന്ന് പറഞ്ഞ സമയത്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സച്ചുവും പറഞ്ഞു. നിങ്ങൾ അവർ താമസിച്ച സ്ഥലത്തൊക്കെ അന്വേഷിച്ചോ? ജീവ ചോദിച്ചു. ഉവ്, പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. മനഃപൂർവ്വം അയാൾ മറഞ്ഞിരിക്കുന്ന പോലെ. സച്ചു പറഞ്ഞു. അപ്പൊ അവനാണ് ഇതിന് പിന്നിൽ എന്നാണോ നിങ്ങൾ പറയുന്നത്? ജോൺ ചോദിച്ചു. 90% അതിന് അവനാണ് സാധ്യത. അല്ലാണ്ട് അയാൾക്ക് ഇങ്ങനെ മറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? സഞ്ജു പറഞ്ഞു. ഇതിപ്പോ പണിയാണല്ലോ. ശത്രു ആരാണെന്നറിയാതെ എന്ത് ചെയ്യാൻ പറ്റും? ജോൺ ആലോചനയോടെ പറഞ്ഞു. നിങ്ങളുടെ ആ ഫ്രണ്ടിനെ അറിയില്ലേ? അവ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു സ്കെച്ച് വരപ്പിക്കാലോ. ജീവ ചോദിച്ചു. ഞങ്ങൾ അവനോട് അതേപ്പറ്റി ചോദിച്ചായിരുന്നു. കണ്ടാൽ അറിയാമായിരിക്കും. അന്നത്തെ ആ ടെൻഷനിൽ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല അവൻ. സഞ്ജു പറഞ്ഞു. ആ, നമുക്ക് നോക്കാം. ഇതിപ്പോ അവനായി തന്നെ വെളിയിൽ വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജോൺ പറഞ്ഞു. അതെ, ഞാനിപ്പോ റിസപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാ. നമുക്കറിയില്ല ശത്രു ആരാണെന്ന്. എന്തിനാണ് അവൻ എന്നോട് പകയെന്ന്. ചിലപ്പോ അവൻ നമ്മുടെ അടുത്തുണ്ടാവാം. എന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞാൽ അവൻ കളിക്കിറങ്ങും. ആളെ അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് തന്നെ ആയാലും ഗീതുവിന് അപകടമാണ്. ഇപ്പൊ തന്നെ ആ കൊച്ചു ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അത് സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ഇപ്പൊ ആരും അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. സഞ്ജു കൈകെട്ടി നിന്ന് ഇരുട്ടിലേക്ക് നോക്കിയാണത് പറഞ്ഞത്. സഞ്ജു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ നീ? നിനക്ക് എന്താ അറിയണ്ടേ? എനിക്ക് ഗീതുവിനെ ഇഷ്ടമാണെന്നാണോ? സച്ചു ചോദിച്ചു കഴിയുമ്പോനെ സഞ്ജുവിന്റെ ഗൗരവമുള്ള സ്വരം അവന്റെ നേർക്കെത്തി. കാറ്റിൽ പാറി നടക്കുന്ന മുടിയിഴകളെ ഇരു കൈകൾ കൊണ്ട് പുറകിലേക്ക് മാടി ഒതുക്കി ഒരു ചെറുചിരിയോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണ് സഞ്ജു. സഞ്ജു ഒന്നും പറയുന്നില്ല എന്ന് കണ്ട് സച്ചു അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിലൊന്ന് സ്പർശിച്ചു. സഞ്ജു, നീ ഒന്നും പറഞ്ഞില്ലേലും നിന്റെ മുഖത്തെ പുഞ്ചിരിയിലുണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. സച്ചു പറഞ്ഞു. എനിക്കറിയാം, ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും നീ എന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കുന്നു. അവളെ ഞാൻ ആദ്യം കാണുന്നത് തന്നെ ഇന്ന് രാവിലെ ആ മുറിയിൽ വെച്ചാണ്. പക്ഷെ അവളെ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ താലി ഏറ്റുവാങ്ങാനായി എന്റെ മുന്നിലേക്ക് വന്നപ്പോഴാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന എന്റെ പേരിലുള്ള താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണാണ്. അവളോട് എനിക്ക് പ്രണയമാണോ? അറിയില്ല. പെട്ടെന്നൊരു നിമിഷം ഉണ്ടാകുന്നതാണോ പ്രണയം? അതും എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, ഷീസ് മൈ ഗേൾ. സഞ്ജു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. അവനെ കേട്ടുന്ന മറ്റു 3 പേരുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷത്തിന്റെ മനോഹാരിതയുടെ മാറ്റുകൂട്ടാനെന്ന പോലെ നല്ല തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം ജോൺ സഞ്ജുവിനോടായി പറഞ്ഞു.
അപ്പൊ അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇവിടെ ഒന്നും മഞ്ഞു കൊള്ളാതെ അളെ റൂമിലേക്ക് വിട്ടു. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. മോനിപ്പോ ചെല്ല്. മറുത്തൊന്നും പറയാതെ സഞ്ജു അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് തന്റെ റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ നിൽക്കുവാണ് മറ്റു 3 പേരും. ചെക്കൻ വീണല്ലേ? അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് സച്ചു പറഞ്ഞു. ഇതൊരു ചെറിയ വീഴ്ച അല്ല മോനെ സച്ചു, ഒരൊന്നൊന്നര വീഴ്ചയാണ്. ജീവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ 3 പേരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതേ സമയം അവിയ സനുവും സായുവും കൂടെ ഗീതുവിനെ സഞ്ജുവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഈ ചേച്ചി, ഞാൻ സായുവിന്റെ കൂടെ നിന്നാ പോരെ? വളരെ ദയനീയമായ ചോദ്യമായിരുന്നു ഗീതുവിന്റേത്. അതിന് സായു ആണോ നിന്നെ കെട്ടിയത്? അവി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗീതു ഒന്നും പറയാതെ തല കുനിച്ചു നിന്നു. അവളുടെ പരിഭ്രമം മനസ്സിലായതുകൊണ്ട് തന്നെ അവി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഗീതുട്ടി, എന്റെ മുഖത്തേക്ക് നോക്കിയേ. അവി പറഞ്ഞത് ഗീതു പതിയെ തലയുയർത്തി അവയുടെ മുഖത്തേക്ക് നോക്കി. മോളെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ദൈവമായിട്ട് നിങ്ങളെ ചേർത്ത് വെച്ചതാ. ആ ദിവസം തന്നെ നിങ്ങൾ അകന്നു കഴിയുന്നത് ഒട്ടും ശരിയല്ല. എനിക്കറിയാം, നിങ്ങൾ രണ്ടാളും ചെറുപ്പമാണ്. രണ്ടാൾക്കും ഈ നടന്നതൊക്കെ ഉൾക്കൊള്ളാൻ സമയവും ആവശ്യമാണ്. പക്ഷെ അതുവരെ നിങ്ങൾ അകന്നു കഴിയുന്നത് നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂട്ടാനേ കാരണമാകും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഒരുമിച്ചുണ്ടാകണം. മോൾ ഒന്നും ഓർത്ത് പേടിക്കണ്ട. എന്റെ അനിയൻ പാവമാ. അവന്റെ അടുത്ത് നീ എന്നും സുരക്ഷിതയായിരിക്കും. അവയെ അത്രയും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ നെറുകയിലൊന്ന് ചുംബിച്ചു. ആ നിമിഷം തന്നെ ഗീതു അവയെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളോട് ചേർന്ന് നിന്നു. അവളുടെ അവസ്ഥ മനസ്സിലായ പോലെ അവയെ അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി കൊടുത്തു. എന്നാൽ ഇതെല്ലാം കണ്ടുവന്ന നമ്മുടെ സനുവിന്റെ സായുവിന്റെ മുഖം ഒരു കൊട്ടയുണ്ട്. അത് ശരി, ഇപ്പൊ ചേട്ടത്തി അനിയത്തി ഒന്നായി. ഞങ്ങൾ നാത്തുമാര് പുറത്ത്. സമ്മതിക്കില്ല ഞാൻ. നോക്കി നിൽക്കാതെ എങ്ങോട്ട് വാടി ചേച്ചി, നമുക്ക് പോയി ഇടിച്ചു കയറാം. സനുവിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സായു അവിയുടെ ഗീതുവിന്റെ അടുത്തേക്ക് പോയി അവർക്കിടയിലേക്ക് നുളഞ്ഞു കയറി. പിള്ളേർക്ക് തീരെ കുശുമ്പില്ല. ഞങ്ങളും ഉണ്ട്. സനുവാണ്. എങ്ങോട്ട് വാ കുശുമ്പി പിള്ളേരെ. അവി അവരെ കൂടെ തങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചു. 4 പേരും നിറഞ്ഞ ചിരിയോടെ പരസ്പരം ചുറ്റിപ്പിടിച്ചു നിന്നു. അല്പസമയം അങ്ങനെ നിന്നിട്ട് അവർ അകന്നു മാറി. ആ, എന്നാലേ ഞങ്ങൾ പോവാണേ. മോള് റെസ്റ്റ് എടുക്ക്. സഞ്ജു ഇപ്പൊ വരുമേ. നമുക്ക് നാളെ കാണാട്ടോ. സനു ഗീതുവിന്റെ കവളി പിടിച്ച് വലിച്ചോണ്ട് ഗീതുവിനോടായി പറഞ്ഞു. ഗീതു അവരെ നോക്കി സമ്മതം എന്നോണം ഒരു ചിരിയോടെ തലയാട്ടി. ഗീതുവിന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവർ 3 പേരും അവരുടെ മുറികളിലേക്ക് പോയി. അവർ പോയതും ഗീതു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി. ആഡംബരം വിളിച്ചോതുന്ന നല്ല ഭംഗിയുള്ള റൂമായിരുന്നു അത്. എല്ലാം നല്ല വൃത്തിയായി വെച്ചിരിക്കുന്നു. അവൾ പതിയെ നടന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് താഴത്തെ റോസ് ഗാർഡനും അതിന് നടുക്കുള്ള പൂളും വ്യക്തമായി കാണാം. പൂർണ്ണചന്ദ്രന്റെ പ്രതിബിംബം പൂളി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു. അവൾക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. അവിടെയൊക്കെ നോക്കി കാണുമ്പോഴാണ് തന്റെ പിറകിൽ ആരോ നിൽക്കുന്നതായി ഗീതുവിന് തോന്നിയത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഗ്ലാസ് ഡോറിൽ ചാരി ഒരു ചെറു ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് സഞ്ജു. അവനെ അവിടെ കണ്ടതും ഗീതുവിന് ആകെ പരിഭ്രമമായി. ഇത്രയും നേരം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് അവനെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ തങ്ങൾക്കിടയിൽ മറ്റാരുമില്ല. അവന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് അവൾക്ക് ഭയം തോന്നി. ഒരിക്കലും തന്നെ പോലെ ഒരു പെണ്ണായിരിക്കില്ല ആളുടെ മനസ്സിൽ. അപ്പോഴത്തെ സാഹചര്യത്തിൽ തന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ പോയി. ഈ വിവാഹം നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ താനിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. സ്വയം ജീവൻ വെടിയേണ്ടി വന്നേനെ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗീതുവിന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളിൽ നിന്ന് തന്നെ അവൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്ന് സഞ്ജുവിന് മനസ്സിലായി. ഗീതുവിന്റെ നിറഞ്ഞ കണ്ണുകളെ ദൃഷ്ടി കൊന്നിക്കൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. സഞ്ജു അവളുടെ അടുത്ത് വന്ന് ഇരു കൈയും മാറി പിണച്ചു കെട്ടി അല്പം ഗൗരവത്തോടെ നിന്നു. അവ അടുത്തു വന്നതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. സഞ്ജു കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. കഴിഞ്ഞോ? സഞ്ജുവിന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവളൊന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ തൊട്ടരികിൽ നിൽക്കുന്ന സഞ്ജുവിനെ കണ്ട് ഗീതു ആകെ വിറച്ചുപോയി. അവന്റെ സാന്നിധ്യത്തിൽ അവളുടെ ഹൃദയമെടുപ്പ് കൂടി. കണ്ണുകൾ പിടച്ചു. ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി. ഒരു ബലത്തിനെന്നോണം അവൾ തന്റെ പാവാടെ കൈകൾ തൊരുത്തു പിടിച്ചു. എന്നെ കാണാൻ അത്ര ബോറാണോ? ഒരു കുസൃതി ചിരിയോടെയാണ് അവൻ അത് ചോദിച്ചത്. അവന്റെ ആ ചോദ്യത്തിൽ കൊച്ചു പിന്നെയും ഞെട്ടി. എന്താ? എനിക്ക് മനസ്സിലായില്ല. അവൻ ചോദിച്ചതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല. അല്ല, എന്നെ കാണാൻ അത്ര ബോറാണോന്ന്? നിന്റെ ഈ വിറയലും പേടിയൊക്കെ കണ്ട മുമ്പിൽ നിൽക്കുന്ന ഏതോ ഭീകരജീവിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചതാ, സഞ്ജു പറഞ്ഞു. അത് സർ, ഞാൻ... അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അവളുടെ സാർ വിളി കേട്ട് സഞ്ജുവിന് ദേഷ്യമാണ് തോന്നിയത്. ഞാൻ നിന്റെ ആരാ? സഞ്ജുവിന്റെ ചോദ്യത്തിൽ അവൾ ആകെ പകച്ചു നിൽക്കുവാണ്. അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി.
മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഗീതുവിന് തന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. ശ്വാസം പിടിച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ട് സഞ്ജുവിന് ചിരി പൊട്ടി. എന്റെ പൊന്നു കുഞ്ഞേ, നീ ആ ശ്വാസം ഒന്ന് വിട്, ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നും ഇല്ലടി. സഞ്ജുവിന്റെ മുഖത്തെ ചിരി കണ്ടത് ഗീതുവിന് അല്പം ആശ്വാസമായി. അവളൊരു ദീർഘശ്വാസം എടുത്തു. ഇനി പറ, ഞാൻ നിന്റെ ആരാ? ഗീതുവിനോട് ചേർന്ന് നിന്ന് തന്നെയാണ് അവന്റെ ചോദ്യം. അവളുടെ കണ്ണുകൾ ഒരു വേള അവന്റെ മിഴികളുമായി കൊരുത്തുവെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു പിടച്ചിലൂടെ അവൾ തന്റെ മിഴികൾ താഴ്ത്തി. നീ പറയുന്നോ അതോ ഞാൻ പറയിക്കണോ? ഇപ്പോഴും ഒരു കള്ളച്ചിരി അവന്റെ മുഖത്തുണ്ട്. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയാണ്. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കുവാണ് ചെക്കൻ. എന്റെ ഭർത്താവല്ലേ? അവളുടെ പറച്ചു കേട്ട് സഞ്ജു ചിരിച്ചുപോയി. ചെക്കന് വിടാൻ ഭാവം ഉണ്ടായിരുന്നില്ല. ആണോ? ഞാൻ നിന്റെ ഭർത്താവാണോ? ഉറപ്പാണല്ലോ അല്ലേ? അവന്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. പെട്ടെന്ന് സഞ്ജു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള കെയിൻ സ്വിങ്ങിനടുത്തേക്ക് നടന്നു. ഗീതുവാണ് അവനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവൻ സ്വിങ്ങിലേക്ക് ഇരുന്നിട്ട് അവളെ വലിച്ച് തന്റെ മടിയിലിരുത്തി. എന്നിട്ട് ഇരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ഗീതുവിന്റെ കണ്ണിപ്പോ പുറത്തു വരും എന്ന സ്ഥിതിയാണ്. അവൾക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ആകെപ്പാടെ മരവിച്ച അവസ്ഥ. സഞ്ജു അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാട്ടി. ഇത്രയും നാൾ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഒരാൾക്കിരിക്കാൻ പാകത്തിന് ഞാൻ ഈ സ്വിങ് സെറ്റ് ചെയ്ത്. ഇപ്പൊ നീ കൂടെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇരിക്കാം, സഞ്ജു പറഞ്ഞു. ഗീതുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. അവനിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണമായിരുന്നില്ല കുട്ടി പ്രതീക്ഷിച്ചിരുന്നത്. കൊച്ചിന്റെ കിളികളൊക്കെ നാല് പാടും പറന്നുപോയി. അപ്പോഴാണ് സഞ്ജു അടുത്ത വെടി പൊട്ടിക്കുന്നത്. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണം. കേട്ടാ മാത്രം പോരാ, മര്യാദയ്ക്ക് അനുസരിച്ചോണം. പറഞ്ഞത് കേട്ടോ? സഞ്ജു കള്ള ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു. ഇതൊക്കെ ചെക്കന്റെ നമ്പറാണെന്ന് അവളുണ്ടോ അറിയുന്നു? കൊച്ചു പേടിച്ച് അപ്പൊ തന്നെ സമ്മതമെന്നോണം തലയാട്ടി കാണിച്ചു. തന്റെ മടിയിലിരുന്ന് ഒരു ബൊമ്മക്കുട്ടിയെ പോലെ തലയാട്ടുന്ന ആ കുഞ്ഞു പെണ്ണിനെ അവൻ കണ്ണിമച്ചിമാതെ നോക്കിയിരുന്നു പോയി.